നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. നാടിന്റെ പ്രൗഢി കോൺഗ്രസ് തിരിച്ചുകൊണ്ടുവരും. വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരിക്കും UDF ഭരണത്തിലെത്തുകയെന്നും ദീപാദാസ് മുൻഷി. വടക്കാഞ്ചേരി വോട്ട് കോഴയിൽ CPMന്റെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് വ്യക്തമായി വരികയാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. V-Life ശക്തിപ്പെടുത്താൻ സർക്കാർ സഹായം വേണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ മരണാനന്തര ആനുകൂല്യത്തിനു പുറമെ വ്യാപാര സ്ഥാപനത്തിന് അഗ്നിബാധ പരിരക്ഷയും നൽകും. പാലക്കാട്ട് ഏകോപന സമിതി കൺവെൻഷൻ. കേന്ദ്ര സർക്കാർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പൊതു സ്വഭാവം തകർക്കുകയാണെന്ന് ബെഫി സംസ്ഥാന നേതാവ് സജി വർഗീസ്. NDA സർക്കാരിന്റെ ബാങ്കിംഗ് മേഖലാ പരിഷ്കാരങ്ങൾ അപകടകരം. മേഖലയുടെ നിലനിൽപ്പിനാവശ്യമായി സ്വീകരിക്കേണ്ട നടപടികൾ ജനുവരി 10-11 തീയതികളിൽ പാലക്കാട്ട് നടക്കുന്ന KGB സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സജി വർഗീസ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. കേരളത്തിന്റെ പ്രൗഢി കോൺഗ്രസ് തിരിച്ചുകൊണ്ടുവരും. വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരിക്കും UDF അധികാരത്തിൽ തിരിച്ചെത്തുകയെന്നും ദീപാദാസ് മുൻഷി തൃശൂരിൽ പറഞ്ഞു. For the survey, the mapping, the no mapping voters, how to go about it. So our workers are in the field. So just to have an understanding and monitoring SIR, we have come, me and our secretary PV Mohanji, we have come here to get a survey how our workers are doing in Thrissur district. That's Ma'am, it. regarding elections, what is your expectations in the state? If you can put some number, it will be nice. How can I put some number now? Your expectations are Expectation UDF will come in power with full majority and we will bring back the glory of Kerala. വടക്കാഞ്ചേരി വോട്ട് കോഴയിൽ CPMന്റെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് ഇപ്പോഴും സംശയമുണ്ടെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ക്വിക്ക് വെരിഫിക്കേഷൻ അന്വേഷണം തുടരാമെന്നാണ് വിജിലൻസ് റിപ്പോർട്ട്. ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം നഫീസ രാജിവെക്കണം. വിജിലൻസ് ക്വിക്ക് വെരിഫിക്കേഷനിൽ തുടരന്വേഷണത്തിന് സാധ്യത തെളിഞ്ഞതിലൂടെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് വ്യക്തമായതായും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇതിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഇപ്പോഴും സംശയിക്കുന്നു. CPM അതിൽ വളരെ കർശനമായി തന്നെ രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടാകും. കാരണം അതുകൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി ആദ്യമേ തന്നെ പ്രതികരിച്ചത്. ഈ 50 ലക്ഷം കോഴ പിന്നെ ജാഫർ അവകാശപ്പെട്ടതുപോലെ അവർക്ക് ലഭിച്ചു, CPM അത് കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ തുടർ അനുമതിക്കായിട്ട് ഇപ്പോൾ പിന്നെ അനുവാദം തേടുന്നത്. വിജിലൻസ് ഡയറക്ടറാണ് അത് കൊടുക്കേണ്ടത്. സ്വാഭാവികമായും CPMനെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമെന്ന നിലയ്ക്ക് തീർച്ചയായും CPM അതിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തും. ആ തുടരന്വേഷണം വേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ രാജി പിന്നെ അത്യന്താപേക്ഷിതമാണെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. വ്യാപാരി സുരക്ഷാ പദ്ധതിയായ V-Life ശക്തിപ്പെടുത്താൻ സർക്കാർ സഹായം വേണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് നിയോജക മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ വൈസ് പ്രസിഡന്റ് TP സ്കറിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെയും കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന V-Life താമസിയാതെ തന്നെ വിപുലപ്പെടുത്തുമെന്ന് സക്കറിയ പറഞ്ഞു. ഇതിൽ ആരെങ്കിലും ഒരു മെമ്പർ മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അഗ്നിബാധ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ തോതനുസരിച്ച് നമ്മൾ അവർക്ക് എമൗണ്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാനാണ് തീരുമാനം. ആ തോത് ഫിക്സ് ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയാണ്. ഈ 2 തരത്തിലുള്ള സുരക്ഷയ്ക്കാണ് നമ്മൾ ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. ഇതിലെ പറഞ്ഞിരുന്നു വ്യാപാരി പ്ലസ് ഭാര്യ ഭർത്താവ് അങ്ങനെ കുട്ടികളാണെങ്കിലും 2 പേരാണ് നിർബന്ധമായും കുടുംബങ്ങളെ ഉൾപ്പെടുത്തി മാത്രമാണ് ഇതിൽ അഡ്മിഷൻ. പ്രവേശന ഫീസ് 2 അംഗങ്ങൾക്ക് 1000 രൂപ വീതം ആകെ അടക്കേണ്ടത് 2000 രൂപയാണ്. ഇതിൽ അംഗത്വമെടുത്ത് ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അഗ്നിബാധ ഉണ്ടാവുമ്പോൾ ഓരോ അംഗവും 100 രൂപ അഡീഷണൽ ആയിട്ട് അതിൽ ഡിപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. V-Support പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് മരണാനന്തര ആനുകൂല്യമായി 10 ലക്ഷം രൂപ നൽകി വരുന്നുണ്ട്. V-Life പദ്ധതി രണ്ടാം ഘട്ടത്തിൽ മരണാനന്തര ആനുകൂല്യത്തിനൊപ്പം വ്യാപാര സ്ഥാപനത്തിന് അഗ്നിബാധ പരിരക്ഷയും നൽകും. പദ്ധതിയെക്കുറിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് T രമേഷ് ബേബി വിശദീകരിച്ചു. പാലക്കാട് നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യാപാരി ശിഹാബുദ്ദീൻ ഒലവക്കോടിനെ ഷാളണിയിച്ച് ആദരിച്ചു.
ജില്ലാ സെക്രട്ടറി MS സിറാജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CV ജെയിംസ്, കാജ സുലൈമാൻ, B രാജേന്ദ്രൻ, ജനാർദ്ദനൻ പിരായിരി, ഉണ്ണിക്കണ്ണൻ മേലേമുറി, G നാരായണസ്വാമി, S കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതുക്കാട് സെൻട്രലിൽ വാഹനാപകടത്തിൽ വിദ്യാർത്ഥിനി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനിടെയായിരുന്നു അപകടം. സർവീസ് റോഡിലൂടെ വരികയായിരുന്ന സ്കൂട്ടറിൽ KSRTC ബസ് ഇടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരിയായ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റത്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ മറ്റൊരു സ്ത്രീക്കും പരിക്കേറ്റു. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥിനി ഷാലുവിനാണ് പരിക്കേറ്റത്. സിഗ്നൽ കടന്ന് സർവീസ് റോഡിലേക്ക് പ്രവേശിച്ച ബസ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. വിദ്യാർത്ഥിനി സ്കൂട്ടറിൽ നിന്ന് വീണതറിയാതെ ബസ് മുന്നോട്ടെടുത്തു. ബസ്സിനും സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്കും ഇടയിൽ വീണ വിദ്യാർത്ഥിനിയെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ഈ അപകടത്തിന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ദേശീയപാത മുറിച്ചുകടക്കാൻ ശ്രമിച്ച സ്കൂട്ടറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് നിസ്സാര പരിക്കേൽക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പൊതുസ്വഭാവം തകർക്കുന്ന നിലപാടുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ബെഫി നേതാവ് സജി വർഗീസ്. പൊതുമേഖലാ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾക്ക് UPA സർക്കാർ തുടക്കം കുറിച്ചെങ്കിലും അപകടകരമായ രീതിയിലാണ് NDA പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതെന്നും സജി വർഗീസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയും ബാങ്കിംഗ് ലയനം ത്വരിതപ്പെടുത്തിയും ബാങ്കിംഗ് സ്വഭാവത്തിന് മാറ്റം വരുത്തുകയാണ്. ബാങ്കിംഗ് ലയനം നടപ്പാക്കിയതോടെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12ആയി കുറഞ്ഞു. രാജ്യത്തെ 1.5 ലക്ഷത്തോളം പഞ്ചായത്തുകളിൽ ബാങ്കിംഗ് സംവിധാനം ഇല്ലാത്ത അവസ്ഥയാണ്. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കുകളെ തകർക്കുന്ന നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ബാങ്കിംഗ് മേഖലയിലെ നവലിബറൽ നയം മൂലം ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതായി. സാമൂഹിക വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ബാങ്കിംഗ് മേഖലയെ തകർക്കുന്ന കേന്ദ്ര നയത്തിനെതിരെ ശക്തമായ സമരം ആവശ്യമാണ്. ബാങ്കിംഗ് മേഖലയുടെ നിലനിൽപ്പിനാവശ്യമായി സ്വീകരിക്കേണ്ട നടപടികൾ ജനുവരി 10, 11 തീയതികളിൽ ചേരുന്ന ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് ഓഫീസേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സജി വർഗീസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ UPA സർക്കാർ ഒന്ന് മടിച്ചാണ് ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ബാങ്കുകളെ ദേശസാൽക്കരിച്ചത്, സോഷ്യൽ ബാങ്കിംഗ് കൊണ്ടുവന്നത് ആ ഒരു കാലയളവിലാണ്. അതുകൊണ്ട് ഒന്ന് മടിച്ചാണ് UPA സർക്കാരിന്റെ ഭരണകാലയളവിൽ ബാങ്കിംഗ് പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ NDA സർക്കാരിന്റെ ഭരണകാലയളവിൽ വളരെ ശക്തമായ രൂപത്തിലാണ് ആ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു 3-3.5 പതിറ്റാണ്ട് കൊണ്ട് തന്നെ ഇന്ത്യയുടെ ബാങ്കിങ്ങിന്റെ ഒരു സ്വഭാവവും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തന രീതികളിലും വലിയ മാറ്റം വന്നിരിക്കുകയാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം വലിയ തോതിൽ ചുരുക്കിയിരിക്കുന്നു. 27 പൊതുമേഖലാ ബാങ്കുകളെ ലയനങ്ങൾ വഴി 12 ബാങ്കുകളായി മാറ്റിയപ്പോൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിലുമുള്ള ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. KGB എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ബിഗേഷ് ഉണ്ണിയൻ, ജനറൽ സെക്രട്ടറി P രാജേഷ്, കൺവീനർ നിതിൻ മോഹൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 10 വർഷമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ. ഷൊർണൂർ RPF രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ മലപ്പുറം പഴമല്ലൂർ മുണ്ടക്കോട്ട് വീട്ടിൽ 40 വയസ്സുള്ള മൻസൂർ അലിയെയാണ് റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. മലപ്പുറം പെരിന്തൽമണ്ണ സ്റ്റേഷന്റെ പരിധിയിൽ വിവിധ കേസുകളിലായി നേരത്തെ പ്രതി 1.5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 10 വർഷമായി ഒളിവിലായിരുന്നു. ദേശീയ ഹരിതസേന പാലക്കാട് ജില്ലാ ഘടകം പറമ്പിക്കുളത്ത് പ്രകൃതി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി പഠനത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊല്ലങ്കോട് ആശ്രയം റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നെന്മേനിയിലുള്ള ആശ്രയം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആശ്രയം കോളേജ് ഭാരവാഹികളായ AJ ശശികുമാർ സ്വാഗതം പറഞ്ഞു. ദേശീയ ഹരിതസേന പാലക്കാട് വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ KA അജേഷ് അധ്യക്ഷത വഹിച്ചു. NGC ജില്ലാ കോർഡിനേറ്റർ S ഗുരുവായൂരപ്പൻ വിഷയം അവതരിപ്പിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, പരിശീലകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബത്തിലെ യുവാവിന് പഞ്ചായത്ത് അംഗത്തിന്റെ കൈത്താങ്ങ്. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം MP ശ്രീകുമാറാണ് ചികിത്സയിൽ കഴിയുന്ന കേരളശ്ശേരി ചോലയിൽ നൌഷാദിന് തനിക്ക് ലഭിച്ച ഓണറേറിയം വീട്ടിലെത്തി കൈമാറിയത്. കേരളശ്ശേരി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സലാം ദാരിമിയും MP ശ്രീകുമാറും ചേർന്നാണ് തുക കൈമാറിയത്.
BJP ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് MP ശ്രീകുമാർ. ഗംഗാ ഭഗത്ത്, KU നൌഷാദ്, YK റിയാസ്, Y നൌഷാദ്, ദേവദാസ് ബാലൻ, CR കുമാരൻ എന്നിവരും പഞ്ചായത്ത് അംഗത്തോടൊപ്പം വീട്ടിലെത്തിയിരുന്നു. സ്ക്രാപ്പ് വ്യാപാരിയായ നൌഷാദ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബൈക്കിൽ കാറിടിച്ചാണ് അപകടത്തിൽപ്പെട്ടത്. മാസങ്ങളോളം അബോധാവസ്ഥയിലായിരുന്ന യുവാവ് ഇപ്പോഴും ചികിത്സയിലാണ്. നീണ്ട ചികിത്സ വേണ്ടിവരുമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. യുവാവ് തളർന്നതോടെ ഭാര്യയും 3 മക്കളുമടങ്ങുന്ന കുടുംബം വലിയ പ്രയാസത്തിലാണ്. കുട്ടികളുടെ തുടർ പഠനം പോലും വഴിമുട്ടിയ അവസ്ഥ. വാടക വീട്ടിലാണ് കുടുംബം താമസിക്കുന്നത്. തുടർ ചികിത്സയ്ക്ക് വഴി കണ്ടെത്താനാകാതെ വലിയ പ്രതിസന്ധി നേരിടുകയാണിവർ. നീണ്ട ചികിത്സ നൽകിയാൽ നൌഷാദിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാനാകും. സുമനസ്സുകൾ കഴിയാവുന്ന സഹായമെത്തിക്കണമെന്ന് കേരളശ്ശേരി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സലാം ദാരിമിയും പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ MP ശ്രീകുമാറും അഭ്യർത്ഥിച്ചു. വളരെ ഭാരിച്ച ചെലവാണ്. ഗുരുതരമായൊരു സാഹചര്യത്തിൽ നിന്ന് ഒരു മുക്തി നേടിയൊരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കിട്ടുന്ന ആദ്യത്തെ ഓണറേറിയം ഞാൻ നൌഷാദിന് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദും വിളിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ എനിക്ക് കിട്ടിയ ആദ്യത്തെ മാസത്തെ ഓണറേറിയം ഞാനിവിടെ നമ്മുടെ നൌഷാദിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തുടർന്നും വലിയ ധനസഹായം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. 2010-2015 കാലയളവിലും ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന MP ശ്രീകുമാർ തനിക്ക് കിട്ടുന്ന ഓണറേറിയം അന്നും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചിരുന്നു. നൌഷാദിന് ചികിത്സാ സഹായമെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ 6282447289 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. 6 മാസത്തോളമായി ഒരു ആക്സിഡൻറ്റിൽ പറ്റിപ്പെട്ട് വളരെ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും മെച്ചപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് ഭീമമായ ഒരു സംഖ്യ ചെലവുണ്ട്. ഉദാര മനസ്കരായ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് വിജയിക്കും, ഇത് സുഖമാക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ദൈവം പെട്ടെന്ന് അല്ലാഹു ശിഫയായി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വെള്ളപ്പേപ്പറിൽ വിസ്മയങ്ങൾ തീർത്ത് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് സ്വദേശിനി ദിയ. മോഹൻലാൽ മുതൽ വ്യത്യസ്ത കലാരൂപങ്ങൾ വരെ ദിയയുടെ മണ്ഡാല വരകളിൽ നിറയുകയാണ്. പഠനത്തിനൊപ്പം ഈ സവിശേഷ കലാരൂപത്തിൽ തൻ്റേതായ ഇടം കണ്ടെത്തുകയാണ് ഈ വിദ്യാർത്ഥിനി. കാഞ്ഞിരക്കോട് പട്ടുകുളം വീട്ടിൽ സുമേഷ് ശ്രീജ ദമ്പതികളുടെ മകളായ ദിയയാണ് തൻ്റെ വ്യത്യസ്തമായ വരകളിലൂടെ ശ്രദ്ധയാകർഷിക്കുന്നത്. തൃശ്ശൂരിൽ മൾട്ടിമീഡിയ 3ാം വർഷ വിദ്യാർത്ഥിനിയായ ദിയ വെള്ളപ്പേപ്പറിൽ മണ്ഡാല ആർട്ടിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്. സാധാരണയായി വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്ന മണ്ഡാല രൂപങ്ങളെ മാറ്റി നിർത്തി പ്രിയതാരം മോഹൻലാൽ, ചാർലി ചാപ്ലിൻ, തെയ്യം, ആന, സിംഹം തുടങ്ങി വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് ദിയ തയ്യാറാക്കുന്നത്. ഓരോ ചിത്രത്തിലും ആയിരക്കണക്കിന് സൂക്ഷ്മമായ വരകളും ഡിസൈനുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കണത് മണ്ടേൽ ആർട്ട് എന്നാണ് പറയുക. അപ്പോൾ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കട ഉണ്ട്, അപ്പോൾ സുമേഷ് സ്റ്റോഴ്സ് എന്നാണ്. അപ്പോൾ അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ആൾക്കാർ വാങ്ങും, പിന്നെ വർക്ക് തരാറുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ 3rd ഇയർ ഡിഗ്രി ഇന്റേൺഷിപ്പ് ചെയ്യാണ്. 2D ആനിമേഷനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാഞ്ഞിരക്കോട്ടുള്ള അച്ഛൻ്റെ കടയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ കണ്ട് നിരവധി പേരാണ് ഇപ്പോൾ ദിയയെ തേടിയെത്തുന്നത്. കലയോടുള്ള അഭിനിവേശം തിരിച്ചറിഞ്ഞ പലരും ചിത്രങ്ങൾക്കായി പുതിയ ഓർഡറുകൾ നൽകുന്നുണ്ട്. അച്ഛനും അമ്മയും സഹോദരൻ പീയൂഷും ദിയയുടെ ഈ കലാസബരിക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കൊടുങ്ങല്ലൂർ VP തുരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും കുടിവെള്ളം ചോർത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് KWA പിഴ ചുമത്തി. സ്ഥലമുടമ തേമാലിപ്പറമ്പിൽ സിലിൽ ഷാദ് 1,36,000 രൂപ പിഴയടയ്ക്കണം. അനധികൃതമായ വെള്ളം ചോർത്തിയെടുത്ത് പുഴമണൽ കഴുകാൻ ഉപയോഗിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് വാട്ടർ അതോറിറ്റി അധികൃതർ കണ്ടെത്തിയത്. 80,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് ഇവിടെ കുടിവെള്ളം സംഭരിച്ചിരുന്നത്.
പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത്. സംഭവത്തിൽ സ്ഥലമുടമ തേമാലിപ്പറമ്പിൽ സിനിൽ ഷാദിന 1,36,000 രൂപയാണ് അതോറിറ്റി പിഴ ചുമത്തിയത്. വാട്ടർ അതോറിറ്റി അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ ജില്ലാ കായികോത്സവം ജനുവരി 10 പറളി സ്കൂളിൽ നടക്കും. പാലക്കാട് ജില്ലയിലെ 30ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 800ഓളം താരങ്ങൾ കായികോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്ദം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ സംഘടിപ്പിക്കുന്ന കായിക മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് പ്രത്യേക കായികോത്സവം സംഘടിപ്പിക്കേണ്ടി വരുന്നത്. LKG മുതൽ 7ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കഴിവുള്ളവർക്ക് അവസരം ലഭിക്കാതിരിക്കരുതെന്ന നിലപാടിലാണ് സ്വകാര്യ വിദ്യാലയങ്ങൾ കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും 8 ഇനങ്ങളിൽ മത്സരിക്കും. കായികതാരം MD താര, കായികാധ്യാപകൻ മനോജ് എന്നിവർ കായികമേളയിൽ പങ്കെടുക്കുമെന്നും ജയപ്രകാശ് പറഞ്ഞു. ഇത്തവണയും അതുപോലെ നടത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം ഈ കാര്യങ്ങൾക്കൊന്നും നല്ലപോലെ സ്ട്രെസ് ചെയ്യണം. അതായത് ഓരോ ഗവൺമെൻറ് ഓഫീസർമാരൊക്കെ ഞങ്ങൾ VIPs ഒക്കെ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഗവൺമെൻറ് ചെയ്യുന്നത് തെറ്റാണ്, കുട്ടികളെല്ലാവരും ഒന്നല്ല, പ്രൈവറ്റ് സ്കൂളായാലും എന്താണ്, മറ്റേ ഗവൺമെൻറ് സ്കൂളായാലും എന്താണ്, അവരെല്ലാം പങ്കെടുപ്പിക്കേണ്ടതെന്നൊക്കെ പറയും. എന്നിട്ട് ആര് പറയും ഞങ്ങൾ പോയി റെക്കമെൻഡ് ചെയ്യാൻ പറയും. പക്ഷെ ആ പറച്ചോളം കഴിഞ്ഞു. പിന്നെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഞങ്ങൾ കേൾക്കുന്ന പല്ലവിയാണത്. പക്ഷേ അത് നടത്താറില്ല. അപ്പോൾ ഞങ്ങൾ ഇത് കാര്യമായിട്ടെടുത്ത് അതിനേക്കാളും ബെറ്ററായിട്ട് നടത്തുന്ന ഉദ്ദേശത്തോട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് MV കൃഷ്ണൻകുട്ടി, സംഘാടക സമിതി ഭാരവാഹികളായ ബാലൻ, സുനിത, അബ്ദുൽ ഖാദർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ UDF അധികാരത്തിലെത്തുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. നാടിന്റെ പ്രൗഢി കോൺഗ്രസ് തിരിച്ചുകൊണ്ടുവരും. വ്യക്തമായ ഭൂരിപക്ഷത്തോടെയായിരിക്കും UDF ഭരണത്തിലെത്തുകയെന്നും ദീപാദാസ് മുൻഷി. വടക്കാഞ്ചേരി വോട്ട് കോഴയിൽ CPMന്റെ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് വ്യക്തമായി വരികയാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. V-Life ശക്തിപ്പെടുത്താൻ സർക്കാർ സഹായം വേണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ മരണാനന്തര ആനുകൂല്യത്തിനു പുറമെ വ്യാപാര സ്ഥാപനത്തിന് അഗ്നിബാധ പരിരക്ഷയും നൽകും. പാലക്കാട്ട് ഏകോപന സമിതി കൺവെൻഷൻ. കേന്ദ്ര സർക്കാർ ബാങ്കിംഗ് സംവിധാനത്തിന്റെ പൊതു സ്വഭാവം തകർക്കുകയാണെന്ന് ബെഫി സംസ്ഥാന നേതാവ് സജി വർഗീസ്. NDA സർക്കാരിന്റെ ബാങ്കിംഗ് മേഖലാ പരിഷ്കാരങ്ങൾ അപകടകരം. മേഖലയുടെ നിലനിൽപ്പിനാവശ്യമായി സ്വീകരിക്കേണ്ട നടപടികൾ ജനുവരി 10-11 തീയതികളിൽ പാലക്കാട്ട് നടക്കുന്ന KGB സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സജി വർഗീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.